നമ്മൾ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ ദിവസം ആഘോഷിക്കും. ചിലർ വെള്ളമടിച്ച് ആഘോഷിക്കും, മരിച്ചാൽ ആഘോഷിക്കും, മരിച്ചാൽ വെള്ളമടിക്കും, മറ്റുള്ളവർ മരിച്ചുപോയാൽ വെള്ളമടിക്കും, കുഞ്ഞ് പറഞ്ഞാൽ വെള്ളമടിക്കും, ജോലിക്ക് പ്രമോഷൻ, അങ്ങനെ പല രൂപത്തിൽ ആഘോഷിക്കും. ഇന്നെന്തായാലും MA ബേബിക്കും കൂട്ടുകാർക്കും ആഘോഷരാവാണ്. ഇന്ന് ഉറങ്ങാൻ പറ്റുന്ന രാവല്ല. സഖാക്കളെല്ലാം ഹർഷപുളകിതരാണ്. കാരണം ആമസോൺ കാട് കത്തിയപ്പോൾ നമ്മുടെ സഖാക്കൾ ഡൽഹിയിൽ സമരം ചെയ്തവരാണ്. സാർവദേശീയമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും സാഹൂതം വീക്ഷിക്കുകയും സാർവദേശീയ രംഗത്തുണ്ടാകുന്ന ചലനങ്ങൾക്കനുസരിച്ച് ഭക്ഷണം കഴിക്കുകയും അതിനനുസരിച്ച് മറ്റ് പ്രഭാത കൃത്യങ്ങളും എല്ലാം ചെയ്യുന്നൊരു വലിയ സഖാവാണ് MA ബേബി. കാരണം അദ്ദേഹം പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. എന്തെങ്കിലും സംസ്ഥാന വിഷയമോ പ്രാദേശിക വിഷയമോ പറഞ്ഞാൽ, രാജ്യത്തെ വിഷയം പറഞ്ഞാൽ അദ്ദേഹം സാർവദേശീയമായി ഇങ്ങനെ ചിന്തിച്ചാണ് അഭിപ്രായം പറയുന്നത്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വരുന്ന ഒരു പദമാണ് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൻ്റെ വിശകലനം ചെയ്യുന്ന രീതിശാസ്ത്രം വെച്ച് അതിൻ്റെ അന്തർധാരകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും പാർട്ടി അതിൽ വിലയിരുത്താത്തത് കൊണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുണ്ട് അങ്ങ് പാറപ്പുറത്ത് കയറിപ്പോവും. എന്തായാലും ആഘോഷത്തിൻ്റെ പുതിയ രാവുകൾ സഖാവ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ ചൈന ബന്ധം വളരെ വലുതായിരിക്കുകയാണ്. വേറെ തമാശ, ചുവന്ന കൊടിവെച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന കൊടിവെച്ച കാറിൽ സംഘിയായ നരേന്ദ്രമോദി, ഇന്ത്യൻ കാർ, ഇന്ത്യയുടെ സംവിധാനമുള്ള കാറിൽ നമ്മുടെ ഷീ. അപ്പോൾ വളരെ രസകരമാണ് കാര്യങ്ങൾ, നന്നായി പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചോപ്പ് നമുക്ക് വലിയ ഈ സംഘികൾക്കും അതുപോലെ തന്നെ BJPക്കൊക്കെ വലിയ അലർജിയാണെന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ കാര്യങ്ങൾ അറിയുന്നത്. എന്തായാലും അതൊക്കെ മാറി സഹാക്കൾക്ക് ഇന്ന് രോമാഞ്ചമുണ്ടാകുന്ന ദിവസമാണ്. ഹർഷപുളകിതരാകുന്നു, ആവേശമുണ്ടാകുന്നു. ലോകത്ത് പുതിയ ചാക്തിക ചേരികളാവും ഇന്ത്യയും ചൈനയും കൂടെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇനിയിപ്പോൾ സോവിയറ്റ് റഷ്യയെ പിടിക്കാമായിരിക്കും. പക്ഷേ റഷ്യയെ പഴയതുപോലെ സോവിയറ്റ് ഇല്ല. അതുകൊണ്ട് റഷ്യയെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. എല്ലാ കാലം CPI ആണ് റഷ്യയെ പിടിച്ചുകൊണ്ടിരുന്നത്. ബിനോയ് വിശ്വത്തിന് റഷ്യ പിന്നെ വേറൊരു തമാശ എന്താണെന്ന് പറയുക, ഇവിടെ ഇപ്പോൾ ഇന്ത്യ മോഡി CPIയും പറ്റിച്ചിരിക്കുകയാണ്. കാരണം റഷ്യയെയും കയ്യിലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യയും കയ്യിലെടുത്ത് ചൈനയും കയ്യിലെടുത്ത് എല്ലാം കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി CPIക്കും CPMനും എന്ത് പറയാനുണ്ട് സഖാക്കളെ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. MA ബേബിക്കും ബിനോയ് വിശ്വത്തിനും ആനി രാജയ്ക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ സാധാ സഖാക്കൾ ചോദിക്കുന്നത് ഇതെന്തിൻ്റെ പണിയാണ് സഖാക്കളെ നിങ്ങൾ കാണിക്കുന്നത്? എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വരണ്ടേ ചൈനയും ഇന്ത്യ ആയിട്ടുള്ള കുഴപ്പത്തിൽ എന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യ റഷ്യ ആയിട്ടുള്ള കുഴപ്പത്തിൽ. എന്തായാലും ഇന്ത്യ റഷ്യ ചൈന ഫായി ആയതിൽ നമ്മുടെ സഖാവ് MA ബേബി ഹർഷപുളകിതനാണ്. അദ്ദേഹം രോമാഞ്ചം കൊണ്ട് നിൽക്കുകയാണ്. ആഘോഷരാവാണ്. സഖാക്കളെല്ലാം വളരെ ആവേശത്തിൽ ഇന്ന് മിക്കവാറും തെരുവിലിറങ്ങി പിന്നെ മോഡി ഷീ കീജെ വിളിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ സംഘപരിവാറും BJPക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. മോഡിയെ ചിലപ്പോൾ MA ബേബി കൊണ്ടുപോകും.